കെണിയിൽ വന്നു വീഴാതെ എല്ലാവരെയും വട്ടം ചുറ്റിക്കുകയാണ്. പടിഞ്ഞാറേക്കരയിലുണ്ടെന്ന് കരുതുന്ന പുലി ആദ്യത്തെ കൂട് വെച്ചിട്ട് രണ്ടാഴ്ചയിലേക്ക് കടക്കുകയാണ്. ഡിസംബർ ആദ്യവാരത്തിലാണ് പടിഞ്ഞാറേക്കരയിൽ പുലിയുണ്ടെന്ന അഭ്യൂഹം പൊട്ടിപ്പുറപ്പെട്ടത്. ഉല്ലാസ് നഗറിലെ വലിയ പറമ്പിൽ ബിജുവിന്റെ വളർത്തുനായയെ കടിക്കുകയും നായ ചാവുകയും ചെയ്തിരുന്നു. പിന്നീട് 1.5 കിലോമീറ്ററോളം മാറി ആദ്യം രണ്ടാടുകളെയും പിന്നീട് മറ്റൊരിടത്ത് ഒരാടിനെയും കടിച്ചുകൊന്നു. ഒരു നായയെയും കഴുത്തിൽ കടിയേറ്റ നിലയിൽ കണ്ടെത്തി. ഇതോടെ വനംവകുപ്പ് പരിശോധന നടത്തുകയും പുലിയാണെന്ന നിഗമനത്തിൽ എത്തുകയും ചെയ്തു. പിന്നീട് ഉല്ലാസ് നഗറിൽ ക്യാമറ വെച്ചു. ഇതിൽ പുലി പതിഞ്ഞതോടെ 18-ന് ഇവിടെ കൂടുവെക്കുകയും ചെയ്തു. അടുത്ത ദിവസം കൂടിനടുത്ത് വരെ പുലിയെത്തുന്നതിന്റെ കാൽപ്പാടുകൾ കണ്ടു. പിന്നീട് നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ സൈലന്റ് വാലിയിൽ നിന്ന് 4 ക്യാമറകൾ എത്തിച്ചു സ്ഥാപിച്ചു. 21-ന് ഉല്ലാസ് നഗറിൽ അടുത്ത കൂടും സ്ഥാപിച്ചു. നിരീക്ഷണം തുടരുന്നതിനിടെ പലയിടത്തും പുലിയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു തുടങ്ങി. പുലി കൂട്ടിൽ വീഴുമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും ദിവസം നാട്ടുകാർ തള്ളി നീക്കിയത്. എന്നാൽ കുറച്ചു ദിവസമായി പുലിയുടെ ഒരു വിവരവുമില്ല. ക്യാമറകളിൽ പുലി പതിയുന്നില്ലെന്നും പുതിയ കാൽപ്പാടുകൾ കണ്ടെത്താൻ സാധിക്കുന്നില്ലെന്നുമാണ് വിവരം. ഇതിനിടെ കാവലക്കാടും മംഗലം പഞ്ചായത്തിന്റെ ചിലയിടങ്ങളിലും പുലിയെ കണ്ടതായി പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല. പുലിയുണ്ടെന്ന് കരുതുന്ന പടിഞ്ഞാറേക്കര കാട്ടിലപ്പള്ളിയിൽ 10 ഏക്കറോളം സ്ഥലത്ത് പരന്നുകിടക്കുന്ന കാടുണ്ട്. താവളം ഇവിടെയായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ചാനൽ ന്യൂസ് തിരൂർ. Kavita Gold and Diamonds. Choose your special.